ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഒരു സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മക്കം ഫത്ഹിന്റെ വേളയിൽ മക്കം ഫത്ഹിന് മക്ക വിജയിച്ചടക്കാൻ വേണ്ടി റസൂലുള്ളയും സഹാബികളും ചെല്ലുന്നുണ്ട് എന്നുള്ള കാര്യം ഒരാളും മക്കയിൽ അറിയിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു സഹാബി എന്തോ ഒരു ദൗർബല്യ നിമിഷത്തില് അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ ആളുകളുടെ അടുത്തേക്ക് ഒരു വിവരം കൊടുത്തയച്ചു. അത് ഒരു സ്ത്രീയുടെ അടുത്താണ് ഏൽപ്പിച്ചത്. എന്നാൽ ഈ ചാര പ്രവർത്തിക്ക് ഈ രഹസ്യം ചോർത്തി അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാണ്. പക്ഷെ വിവരം കിട്ടി. ആ സ്ത്രീയെ അവരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് പിടിക്കാൻ കഴിഞ്ഞിട്ടോ ആ എഴുത്ത്. ഞാൻ പറയുന്നത് വലാ തജസ്സു, ചാരപ്പണി നടത്തരുത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് നല്ല രൂപത്തിൽ സ്നേഹിതയായി അല്ലെങ്കിൽ അത്രയ്ക്ക് വിശ്വാസം വരുമ്പോ അടുത്ത് ഇടപഴകുമ്പോ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ളത് കൂടി മനുഷ്യൻ പറയും. മനുഷ്യന്റെ സ്വഭാവമാണ്, നല്ല കൂട്ടുകാരിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്നിട്ട് അത് മറ്റൊരിടത്ത് കൊണ്ടേ കൊടുക്കുക. ഇത് സാധാരണ നിലക്ക് നമ്മളുടെ നാട്ടില് ഇതിനുപയോഗിക്കുന്ന സ്ത്രീകളെയാണ്. ഇങ്ങനെ ചില സ്ത്രീകൾ തന്നെ, ചില വല്യമാരനുണ്ട്, ചില പാത്തന്താത്താരുണ്ട്. ഇങ്ങനെ അവിടെ പോയി ചായ ഒക്കെ കുടിച്ച പോലെ വർത്താനങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ നല്ല അടുത്ത ആള് എന്നുള്ള രൂപത്തിലൊക്കെ ഇരുന്ന് വർത്താനൊക്കെ ശേഖരിച്ച് എന്നിട്ട് ഇപ്പുറത്ത് നോക്കി അവിടുത്തെ കഥ കേൾക്കണം നിങ്ങൾക്ക്, അവിടെ ഇങ്ങനെ ഇവിടെ കാണാൻ വരുന്നുണ്ടോലോ, അത് എന്നിട്ട് ഇത്രയൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ടോലോ, ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോടും പറയും വേണ്ടട്ടോ, അത് ഒപ്പുണ്ടാകും, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ആരോടും പറയരുത്, ഇത് പറഞ്ഞാൽ സംഗതിയൊക്കെ ശരിയായി വിചാരം. ഇത്തരം ആളുകളെ സൂക്ഷിക്കണമെന്ന് റസൂൽ വളരെ പ്രത്യേകമായി താക്കിയിരുന്നു. ഇങ്ങനെ രണ്ട് മുഖമുള്ള ആളുകളെ നിന്ന് സൂക്ഷിക്കുക. അല്ലാതെ ഇവിടെ മറ്റൊരു രൂപത്തിലും ഇവിടെ മറ്റൊരു രൂപത്തിലും റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഇവിടെയുള്ള രഹസ്യങ്ങൾ ചോർത്താൻ അവിടുത്തെ ആളെ അഭിനയിക്കുക, എന്നിട്ട് അത് ഇവിടെ കൊടുത്തിട്ട് കൊടുക്കുക, ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തുക. ഇത്തരം പണികൾ സത്യവിശ്വാസികൾക്ക് നല്ലതല്ല. വലാത്ത ജസ്സു, നിങ്ങളത് ചെയ്യരുത്. ഇത് ഞാന് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. റമദാനിൽ നോമ്പ് നോൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോ സ്ത്രീകളും പുണ്യങ്ങളുടെ മാസമായ റമദാനിൽ സ്ത്രീകളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം വിഷയങ്ങൾ നോമ്പ് നോൽക്കുക എന്നുള്ളത് നമുക്കൊരു പ്രയാസമുള്ള കാര്യമല്ല, നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാൽ ഈ നാവ് കൊണ്ട് വരാൻ പോകുന്ന അപകടങ്ങൾ, ഇത്തരം വർത്തമാനങ്ങൾ, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, അതല്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ലാത്ത, കേട്ടത് മുഴുവൻ പറയാ എന്നുള്ളത് തന്നെ മതി ഒരു മനുഷ്യന് പാപത്തിന് എമ്പാടും. അങ്ങനെ ഒരു വിഷയം അങ്ങനെ ഉണ്ടല്ലോ, എനിക്കറിയില്ലേ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടതാണ്, അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടത് മുഴുവൻ പറയാന്നുള്ളത് തന്നെ മതി ഒരു മനുഷ്യന് പാപത്തിന് എമ്പാടും മതി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഫീ ഖൈരി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യുഗ്നീഹി, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ പൂർണ്ണത, നന്മ അവൻ ആവശ്യമില്ലാത്ത ഒഴിവാക്കലാണ്. അവൻ ആവശ്യത്തിലുള്ള ഒരു വിഷയമുണ്ട്, അത് നമ്മളെ ബാധിക്കണമല്ല, ഞാൻ അതിലൊന്നും ശ്രദ്ധിക്കലില്ല, അത് വിടാൻ കഴിയുക എന്നാണ് ഇസ്ലാമിന്റെ നന്മ. ഒരു മുസ്ലിമായ മനുഷ്യന് നന്മ, അവൻ ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കുക. കേട്ടതൊക്കെ റിപ്പോർട്ട് ചെയ്യുക, കേട്ടതൊക്കെ പറയാം, അങ്ങനെ ഉണ്ടോലോ, അങ്ങനെ ഉണ്ടായിരുന്നോലോ, അങ്ങനെ പറഞ്ഞിക്കണോലോ, ഞാനറിയില്ലേ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ കേട്ടതാണ് എന്ന് പറഞ്ഞ് കേട്ടത് മുഴുവൻ പറയാന്നുള്ളത് മതി ഒരു മനുഷ്യന് പാപത്തിനെമ്പാടും. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അപ്പൊ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിൽ. നമ്മളങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോണ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. ഇപ്പോ നമ്മൾ പഠിച്ച സബഉൽ മുബിഖാത്തില് 7 വൻപാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ആരോപണം നടത്തുക എന്നുള്ളത്. 7 വൻപാപങ്ങൾപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് സമാധാനം എന്താ അറിയാം, നമ്മൾ ഒരാളെ കുറിച്ച് ഒരിക്കലും അങ്ങനെ പറയണില്ല, ഉണ്ടാക്കി പറയണില്ല, ഇല്ലാത്തത് നമ്മൾ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ പങ്കാളികളാണ് ഏറ്റുപാടാൻ നമ്മളൊക്കെ പങ്കാളികളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ നിങ്ങൾ പഠിച്ചു തുടങ്ങിയവരുണ്ടാവും കൂട്ടത്തില് അല്ലേ? ആയിഷ ബീവിന്റെ സംഭവം, ആയിഷ ബീവിയെ കുറിച്ച് ഉണ്ടായ വ്യഭിചാര അപവാദാരോപണ കേസിൽ, അപവാദ പ്രചരണത്തില് വിശുദ്ധ ഖുർആൻ ഇറക്കിയ നിയമങ്ങള്
എത്രമാത്രം സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് ആ സൂറത്ത് പഠിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആയിഷ ബീവിയും സൊഫ്വാനും ലോക്യത്തിലാണോലോ എന്ന് ഒരു ജൂതൻ പറഞ്ഞു പരത്തി. ജൂതനാണത് പറഞ്ഞു പരത്തിയത്, ലോക്യത്തിലാണോലോ എന്ന്. അങ്ങനെ കാരണം ആ പോക്ക് കണ്ടാ അങ്ങനെ തോന്നും. ആയിഷ ബീവി സാധാരണ ഒട്ടകക്കെട്ടിന്റെ ഉള്ളിലല്ലേ പോകാൻ പാടുള്ളൂ. ഇത് ഒട്ടകക്കെട്ടിലില്ലാതെ ഒട്ടകത്തിന്റെ പുറത്ത് ആളുകൾ കാണുകയാണ് പോണത്. കയറ് പിടിച്ചിരിക്കുന്ന സൊഫ്വാനുമാണ്. പിന്നെ പറഞ്ഞുകൂടെ എങ്ങനെയാ ലോക്യത്തിലാണെന്ന്? അത് പറഞ്ഞു ആര്? ജൂതനെ കിട്ടിയ ഒരു കോളായിരുന്നു അത്. ജൂതൻ അത് പറഞ്ഞു. കേട്ട സത്യവിശ്വാസികള്, സഹാബികൾ വരെ സത്യം എന്താണെന്നറിയാതെ തന്നെ അങ്ങനെ അന്നപ്പോ റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് അങ്ങനെ ഉണ്ടാക്കണേ, പിന്നെ നമ്മളെ കഥ പറയാണ്ടോ എന്ന് സഹാബികൾ ഏറ്റുപാടി. ചില ആളുകള്, എല്ലാവരും അല്ല, ചില ആളുകൾ. എന്നിട്ട് റസൂലുള്ളാഹിക്കും സഹാബികൾക്കും അതിന്റെ സത്യം അറിഞ്ഞില്ല. അത് മറ്റൊരു വശം. അത് ഏറ്റുപാടി. ഒരു മാസക്കാലം റസൂലുള്ളാഹിയും സഹാബികളും ഈ സത്യമറിയാതെ വിഷമിച്ചു. അവസാനം വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ ഇറങ്ങി. ഇത് പ്രചരിച്ചത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്, അത് നിങ്ങൾക്ക് ഗുണത്തിന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന വചനങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമാണ് ഞാൻ പറയുന്നത്. ലൗലാ സമീഅതുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇഫ്കുൻ മുബീൻ. ഇത്തരം ഒരു മോശമായ വാർത്ത കേട്ടപ്പോ എന്തുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് നല്ലത് വിചാരിച്ചില്ല? ആ സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് അതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അത് വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ അതിലൊന്നും വിശ്വസിക്കണില്ല, എനിക്കതിലൊന്നും വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. സുബ്ഹാനക ഹാദാ ബുഹ്താൻ അലീം, ഇത് വ്യക്തമായ കളവാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങളൊക്കെ നിങ്ങളെ നാവുകൊണ്ടത് ഏറ്റുപാടി. വതഖൂന ബി അഫ്വായിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമ, നിങ്ങൾക്കറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഏറ്റുപാടി നടന്നു. വതഹസബൂനഹു ഹയ്യിന, അതൊരു ചെറിയ കാര്യല്ലേ എന്ന് വിചാരിച്ചു നിങ്ങള്. അതൊരു ചെറിയ കാര്യല്ലേ, ഉണ്ടോലോ ആണോലോ എന്ന് പറഞ്ഞതാണ്. അതൊരു ചെറിയ വിഷയമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു. വഹുവ ഇൻദല്ലാഹി അലീം, അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. അപ്പോ ഞാൻ പറയുന്നത്, ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോ അത് ഉണ്ടാക്കി പറയുന്നവർക്ക് മാത്രമല്ല ഇതിന്റെ കുറ്റം. ലികുല്ലിംറിഇം മിൻഹും മക്തസബ മിനൽ ഇസ്മ, അത് അതിൽ പങ്കാളികളായ എല്ലാവർക്കും ഉണ്ട് അവനവൻ ചെയ്തതിന് മാത്രമുള്ള ശിക്ഷ. എന്തുകൊണ്ട് നിങ്ങളത് ഏറ്റുപാടി? നിങ്ങൾ അറിഞ്ഞിരുന്നു അതിന്റെ സത്യം? നിങ്ങൾക്ക് എനിക്കതൊന്നും വിഷയമല്ല, അതിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ഈ സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ നല്ലത് വിചാരിച്ചില്ല? എന്തിനാ നിങ്ങൾ അതൊക്കെ ഏറ്റുപാടി? നിങ്ങൾ വിചാരിച്ചില്ലേ അതൊരു ചെറിയ കാര്യം എന്നുള്ളത്? അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ കാര്യമാണ്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കുമ്പോഴും പറയുമ്പോഴും ഏറ്റുപറയാൻ കൂടുമ്പോഴും വലൗലാ ജാഉ അലൈഹി ബിഅർബഅതി ശുഹദാ, നിങ്ങൾ അതിന് 4 സാക്ഷികളെ ഹാജരാക്കിയെന്നത് പറയുമ്പോ അങ്ങനെ ഉണ്ടോലോ, ആയിഷ ബീവി സഫ്വാൻ ഇങ്ങനെയാണോലോ എന്ന് പറയുമ്പോ 4 സാക്ഷികളെ നിങ്ങൾ ഹാജരാക്കിയെന്നത് പറയുമ്പോ വിശുദ്ധ ഖുർആനാണത്. അപ്പോ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അത് പറയണമെങ്കിൽ നമുക്ക് അനുവാദം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ ഉദാഹരണം. ഇങ്ങനെ നമ്മള് റമളാനിലെ നോമ്പ് നോൽക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പായി നമ്മളുടെ നാടുകളിലൊക്കെ നനച്ചുകുളി എന്നിട്ട് ഏർപ്പാടുണ്ട്. ഇവിടെ പിന്നെ അതിന് നനച്ചു കുളിക്കാൻ ഇവിടെ ശരീരമല്ല ബാക്കിയുള്ളതും ഇല്ലാത്തതുകൊണ്ട് ആ ഏർപ്പാട് ഇവിടെ അല്ലാഞ്ഞിട്ട് നമ്മളെ നാട്ടിലാണെങ്കിൽ നനച്ചു, ആ മുസ്ലിങ്ങൾ വരെ ഇങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് നനച്ചുളിന്റെ കാലായില്ലേ എന്ന് ചോദിക്കാറുണ്ട്. എന്താണത്? നനച്ചുകുളി എന്നുള്ള ഏർപ്പാടിലൂടെ ചെയ്യുന്നത് പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ വീടും പരിസരവും വീട്ടിലുള്ള പൊടി പിടിച്ച സർവ്വസാധനങ്ങളും വസ്ത്രങ്ങളും പിന്നെ ഫർണിച്ചറുകളും അതോടൊപ്പം പൂട്ടിക്കടന്നിരുന്ന മുസ്ഹഫ് അടക്കം പൊടി തട്ടി ശുദ്ധീകരിക്കുന്ന ഒരു കാലമാണ് റമളാൻ. അവിടെ ഏറ്റവും കൂടുതലായി കഴുകി ശുദ്ധീകരിക്കേണ്ടിയിരുന്നത്, സോപ്പും ചകിരിയിട്ട് വൃത്തിയാക്കേണ്ടിയിരുന്നത് ഈ ആരും കാണാതെ പാത്തു വെച്ച ഈ ഹൃദയമാണ്. മാലിന്യങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ നാവിനെ നല്ല കടിഞ്ഞാനിട്ട് കെട്ടിയിടണം. ഈ കണ്ണുകളെ, ഇതുവരെ ഈ കണ്ണുകൾ കൊണ്ട് എങ്ങോട്ടും നോക്കിയിരുന്നു, ആര് തുറന്നു വെച്ചാലും അതിലേക്കൊക്കെയും ഒന്ന് നോക്കിയിരുന്ന കണ്ണാണിത്. ഈ കണ്ണുകൊണ്ട് TV തുറന്നു വെച്ചാൽ അത് ഒരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ്സിന് ഇരിക്കാൻ ചെന്നപ്പോ നോമ്പിനാണ്. അപ്പോ ഒരു സംഘാടകനായ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, റമളാനിലെ നോമ്പ് വെച്ചിട്ട് ടൈം പാസ് സമയം പോകാൻ വേണ്ടിയിട്ട് TV തുറക്കണ ഏർപ്പാടുണ്ട്, അതൊന്ന് പറയണട്ടോ. അപ്പോ കാരണം സമയം കഴിഞ്ഞിട്ടില്ല, അതിന് TV തുറക്കുക. നോമ്പ് വെച്ചിക്കണേ, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ കണ്ണ് സമയം പോകാൻ TV തുറക്കുകയാണ്.
ഇത്തരം വിഷയങ്ങളിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകാതിരിക്കാൻ. നമ്മൾ അതുവരെ കണ്ടിരുന്ന ആളുകളാകുമ്പോൾ പ്രയാസം ഉണ്ടാകും. അപ്പോ ഇതിലേക്ക് നോക്കിയാൽ നോമ്പ് നഷ്ടത്തിലായി പോകും. അതുപോലെ ചെവി, അത് തുറന്നു കിടക്കുന്നതാണ്. ആര് എന്ത് എവിടുന്ന് പറഞ്ഞാലും കേൾക്കാൻ പാകത്തിൽ മൂടില്ലാതെ കിടക്കുന്ന ഒരു അവയവമാണത് ചെവി. അതുകൊണ്ട് നല്ലത് മാത്രമേ കേൾക്കാവൂ, നല്ലത് മാത്രമേ കേൾക്കാവൂ. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ ആ ചെവികൾ കൊണ്ട് കേൾക്കാൻ അനുവദിച്ചുകൂടാ. ഇത് നോമ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. നല്ലത് മാത്രം കേൾക്കാൻ ചെവികൾ ഉപയോഗപ്പെടുത്തുക, നല്ലത് മാത്രം പറയാൻ. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവർ നല്ലത് മാത്രം പറയട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നോട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നോട്ടെ എന്ന് റസൂൽ പറഞ്ഞത്. മിണ്ടാതിരിക്കുക. അപ്പൊ ഒരിക്കല് ഒരു റസൂലുള്ള സഹാബികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്പസമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഒരു സ്വർഗാവകാശി കടന്നു വരും എന്ന് പറഞ്ഞു. സഹാബികൾ അക്ഷമയോടെ കാത്തിരിക്കുമ്പോ ഒരു അൻസാരി സദസ്സുക്ക് വന്നു. അയാൾ വന്നവിടെ ഇരുന്നു. ഇവരെ അദ്ദേഹത്തെ കണ്ടു മനസ്സിലാക്കി. അങ്ങനെ പിന്നീട് ഒരിക്കലും റസൂലുള്ള ഇതേപോലെ ആവർത്തിച്ചു. സഹാബികൾ ഇരിക്കെ അവരോട് പറഞ്ഞു, കുറച്ചു സമയത്തിനുള്ളിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്വർഗാവകാശി വരാനുണ്ട് എന്ന് പറഞ്ഞു. അന്നും ഇവര് കാത്തിരുന്നു, ആരായിരിക്കും ഇപ്പൊ ആ സ്വർഗാവകാശി. അന്നും ഇവർ പറഞ്ഞതിന് ശേഷം, റസൂൽ പറഞ്ഞതിന് ശേഷം കയറി വന്നത് അന്ന് കണ്ട ആ സഹാബി തന്നെ, ആ അൻസാരി തന്നെയാണ്. ഇതേ സന്ദർഭം, സംഭവം മൂന്നാമതൊരിക്കൽ കൂടി ആവർത്തിച്ചു. മൂന്നാമതൊരു ദിവസം ഇതേപോലെ റസൂൽ പറഞ്ഞു. അന്ന് ഇവര് കാത്തിരുന്നപ്പോ കണ്ടത് ഈ സഹാബിയെ തന്നെയാണ്, ഈ അൻസാരിയെ തന്നെയാണ്. അപ്പൊ ആളുകൾക്ക് സംശയമായി, എന്താണ് ഇപ്പൊ അങ്ങനെ 3 പ്രാവശ്യം റസൂൽ പറഞ്ഞപ്പോഴും വന്നത് ഈ അൻസാരിയാണല്ലോ, എന്താണ് ഇദ്ദേഹത്തെ ദുനിയാവിൽ വെച്ച് തന്നെ റസൂൽ സ്വർഗാവകാശി എന്ന് പറയാൻ മാത്രം എന്താണ് ഇദ്ദേഹത്തിനുള്ള മേന്മ? ഇദ്ദേഹം നമ്മളെക്കാൾ കൂടുതലായി വല്ല ആരാധനാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടാകും, നോമ്പോ നമസ്കാരമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ടാകും എന്നൊക്കെ സംശയിച്ച് അവരത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു സഹാബി ഇയാളുടെ വീട്ടിൽ വിരുന്ന് പാർക്കാൻ പോയി. അവരുടെ രീതി അനുസരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരാള് വന്ന് ആവശ്യം ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഗൃഹനാഥൻ അങ്ങോട്ട് ചോദിക്കണമെങ്കിൽ 3 ദിവസം കഴിയണം പോലെ ആചാരം. എന്തേ പോന്നു ചോദിക്കണം. നമ്മളൊക്കെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കാ എന്നിട്ട് എന്തേപ്പോ പ്രത്യേകിച്ച് ഇതിലങ്ങോട്ട് പോരാന്ന് ചോദിക്കൂല നമ്മള്. അത് ഓൾക്ക് ചോദിക്കണമെങ്കിൽ 3 ദിവസം കഴിയണമെന്നാ. അങ്ങനെ 3 ദിവസം ഈ സഹാബി ഇയാളുടെ വീട്ടിൽ വിരുന്നുകൂടി. പകലന്തിയോളം അദ്ദേഹം ശ്രദ്ധിക്കും. രാത്രി നേരം വെളുക്കണത് വരെ ഉറക്കൊഴിച്ച് ഇയാൾ നോക്കും. എന്താ നോക്കണത്? ഈ അൻസാരിക്ക് അവരൊക്കെ ചെയ്യുന്നതിലപ്പുറമായി വല്ല നമസ്കാരമോ വല്ല പ്രാർത്ഥനകളോ വല്ല സൽക്കർമ്മങ്ങളോ അധികമായി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. 1-ാം ദിവസം അങ്ങനെ നേരം വെളുത്തു, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. 2-ാം ദിവസം അതുപോലെ അന്തിയായി നേരം വെളുത്തു, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. 3-ാം ദിവസം അതുപോലെ നേരം വെളുത്തു, അധികമായി ഒന്നും ഈ സഹാബിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. 3-ാം ദിവസം കഴിഞ്ഞപ്പോ നേരം വെളുത്തപ്പോ ഈ സഹാബി പറഞ്ഞു, അങ്ങനെ ഞാൻ അങ്ങനെ പോന്നത് റസൂലുള്ള പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു സ്വർഗാവകാശി വരാണ്ട് നിങ്ങളെ മുമ്പക്ക് എന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോ നിങ്ങളെയാണ് കണ്ടത്. അങ്ങനെ 3 പ്രാവശ്യവും ആവർത്തിച്ചു. അപ്പോ ഞങ്ങൾ വിചാരിച്ചു, എന്താണ് നിങ്ങൾ അധികമായി, ഞങ്ങളെക്കാൾ അധികമായി എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യണമെന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാൻ കഴിഞ്ഞ, ഞങ്ങളൊക്കെ ചെയ്യണേ നിങ്ങളും ചെയ്യണുള്ളൂ, പിന്നെ എന്താണ് റസൂൽ നിങ്ങളെ സ്വർഗാവകാശി എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരാളെയും ദ്രോഹിക്കലില്ല. ഈ സഹാബി പറഞ്ഞു, ഞാൻ ഒരാളെയും ദ്രോഹിക്കലില്ല, അത് എന്റെ സ്വഭാവമാണ്. ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ പട്ടികയിൽ നമ്മളുടെ പേര് മുസ്ലിം എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ നമുക്കുള്ള നിബന്ധന എന്താ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മളുടെ നാവിൽ നിന്നും നമ്മളുടെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മുസ്ലിം എന്നുള്ള പേര് ചേർക്കുള്ളൂ. ഫാത്തിമ ബീവി ആണെങ്കിലും മുസ്ലിം എന്ന് രേഖപ്പെടുത്തണമെങ്കിൽ നമ്മളുടെ നാവ് കൊണ്ട് എന്നാലും ഓള് ആ പറഞ്ഞത് അതിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പോണില്ല എന്നൊരു കറ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ പേര് മുസ്ലിമിന്റെ പട്ടികയിൽ എഴുതൂലാന്നാ റസൂൽ പഠിപ്പിക്കുന്നത്. നമ്മളുടെ നാവുകൾ കൊണ്ടുള്ള അപകടം കാരണം മറ്റു മുസ്ലിങ്ങൾ വേദനിക്കാൻ പാടില്ല. അതുപോലെ നമ്മളുടെ കൈ കൊണ്ടും മറ്റു മുസ്ലിങ്ങൾക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല എന്ന് ഈ സഹാബി പറഞ്ഞു, ഈ അൻസാരി പറഞ്ഞു. പിന്നെ ഇയാൾക്കുള്ളൊരു വലിയ ഗുണം, ആർക്ക് എന്ത് അനുഗ്രഹം വന്നാലും എനിക്കതിൽ അസൂയല്ല. എനിക്ക് ഒരാളോടും അസൂയല്ല. ആർക്ക് എന്ത് കിട്ടിയാലും എനിക്കതിൽ അസൂയല്ല.
ഇതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവമായി അദ്ദേഹം പറഞ്ഞത്. ഈ സഹാബി പറഞ്ഞ വിരുന്നു കൂടി സഹാബി പറഞ്ഞ എന്നാല് അത് തന്നെയാണ് റസൂലുള്ള നിങ്ങളുടെ സ്വർഗാവകാശിയാണെന്ന് പറയാൻ കാരണം. ഇപ്പൊ എന്തേതില് പ്രത്യേകമായി വല്ലതും ചെയ്തോ? അദ്ദേഹം ധാരാളമായി നമസ്കരിക്കേ, ധാരാളമായി നോമ്പൂൽക്ക് എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിച്ച സ്വഭാവ ഗുണങ്ങള്. ഒരാളോടും അസൂയല്ല, ആർക്ക് എന്ത് കിട്ടിയാലും അസൂയല്ല. ഇതും തന്നെ നമ്മൾ അതിന്റെ വിഷയത്തിൽ വല്ലാത്ത ഒരു പരീക്ഷണം അനുഭവിക്കുന്ന ഒരാൾ നമ്മൾ സ്ത്രീകളിലെ. നമ്മൾക്ക് എത്ര കിട്ടിയാലും മറ്റുള്ളവരെ കാണുമ്പോ എന്തോ ഒരു ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ. അത് അള്ളാഹു അത്തരം വൃത്തികേടുന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോ ഈ അസൂയ എന്ന് പറഞ്ഞാൽ, അസൂയയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ഇയ്യാക്കും വൽ ഹസദ, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കുക, അസൂയ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുൻ നാറുൽ ഹതബ. അസൂയ നന്മകളെ മുഴുവൻ തിന്നു നശിപ്പിക്കും. ഏതുപോലെ? വിറകിനെ തീ തിന്നു നശിപ്പിക്കുന്നത് പോലെ. സാക്ഷാൽ തേക്കിന്റെ കൊള്ളി തന്നെ തീയിൽ കണ്ടുകൊടുത്താലും നിഷ്പ്രയാസം തീ അതിനെ വെണ്ണീറാക്കി തരൂലേ? ഇത്ര പെട്ടെന്ന് ആ വെണ്ണീറാക്കി മാറ്റുക. ഇതുപോലെ അസൂയ നമ്മൾ ചെയ്യുന്ന നന്മകളെ മുഴുവൻ ബാത്തിലാക്കി കളയും, തിന്നു തീർക്കും. അതുകൊണ്ട് ഇയ്യാക്കും വൽ ഹസദ, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക. അസൂയ ഹൃദയത്തിന് ബാധിക്കുന്ന ഏറ്റവും വൃത്തികെട്ട അസുഖമാണ് അസൂയ എന്നുള്ളത്. ഇത് ഈ സഹാബിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം സ്വർഗാവകാശിയാകാൻ ഒരു കാരണമായി സഹാബികൾ തന്നെ വിലയിരുത്തിയത്. അതുപോലെ അദ്ദേഹം ഒരാളെയും ദ്രോഹിക്കാറില്ല. അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് ഒരാളെയും ദ്രോഹിക്കാറില്ല. അപ്പൊ ഇതൊക്കെ റമളാനിലെ നോമ്പ് നോൽക്കാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കണം നമ്മൾ. ഈ നനച്ചുകുളിയിലൂടെ ഹൃദയവും നമ്മളുടെ കൈകാലുകളും നാവും കണ്ണും ചെവികളുമൊക്കെ വൃത്തികേടുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, കറ പിടിച്ചതിൽ നിന്ന് കഴുകി വൃത്തിയാക്കാനാണ് നോമ്പിനെ പ്രതീക്ഷിക്കുന്ന നമ്മൾ ആദ്യമായി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ സാധാരണ നിലക്ക് ഇതൊരു വലിയ ഗൗരവമുള്ള കാര്യമായി കാണാറില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോണ കാര്യങ്ങളാണ്. ഇത് വളരെ വലുതാണ് എന്ന് മനഃപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കാനാണ് നോമ്പ് നമ്മൾക്ക് അള്ളാഹു നിർബന്ധമാക്കില്ല. അല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മത പാലിക്കാനാണ് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ നോമ്പിന്റെ പകലുകളിൽ ഇത്തരം വർത്തമാനങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അതിന് പകരമായി ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ വരാതിരിക്കാനാണ് വിശുദ്ധ ഖുർആൻ പരമാവധി പഠിക്കാൻ. അതുപോലെ ഖുർആനും കയ്യിലെടുത്ത് പഠിക്കാൻ സമയമില്ലാത്തൊരു സന്ദർഭമാണെങ്കിൽ നമുക്കറിയാലോ, റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരിക്കൽ കുറച്ച് സഹാബികൾ വന്നിട്ട് പരാതി പറഞ്ഞു. പിന്നെ പണക്കാരായ ആളുകള് അവരുടെ പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് എമ്പാടും കൂലി വാങ്ങുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പണല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂലി കിട്ടാൻ മാർഗമല്ല എന്ന് പരാതിയുമായി പാവപ്പെട്ട ആളുകൾ വന്നപ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമായി വെച്ചു കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലാൻ, 100 തേക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളത് ചൊല്ലിയാൽ അത് ചൊല്ലിക്കൊളി എന്ന് പറഞ്ഞ് വരെ തിരിച്ചുവിട്ട് റസൂലുള്ളാഹി. അതായത് അത്രക്ക് പുണ്യമുള്ളതാണ് ഈ ദിക്റുകള്. ഈ പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഈ വചനങ്ങള് ചൊല്ലുക എന്നുള്ള അത്രയും പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ മുസ്ഹഫ് എടുത്തിട്ട് വായിക്കാന്, പരിഭാഷ വായിക്കാൻ, ഓതാൻ നമുക്ക് സമയമില്ലാത്ത രൂപത്തിൽ കൈകാലുകൾക്കും മനസ്സിനും കണ്ണിനും പണിയാണെങ്കിൽ ഈ നാവ് കൊണ്ട് നല്ലത്. അപ്പോ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും, പോക്കിക്കളയും. പരീക്ഷണങ്ങൾ വരുന്നത് നമ്മളുടെ നന്മക്ക് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സത്യവിശ്വാസികളായ ആണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിൽ അള്ളാഹു നിരന്തരം തന്നുകൊണ്ടിരിക്കും. ഏതുവരെ? അങ്ങനെ ഒരു പാപങ്ങളുമില്ലാതെ നമ്മളുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് വരെ നമുക്ക് ഗുണത്തിനാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നത്. ഹത്ത ശൗക്കത്ത് ഇശാക്കുക, ഒരു കാലിൽ ഒരു മുള്ളു തറക്കണത് ഗുണത്തിനാണ്. എന്തിന്? പാപങ്ങൾ പുറത്തു കിട്ടാൻ. ഇടങ്ങേറ് തരും, പരീക്ഷണങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. അതൊക്കെയും അതിജീവിച്ചുകൊണ്ട്, അവിടെയൊക്കെയും ക്ഷമിച്ചുകൊണ്ട് നല്ലത് ചൊല്ലി പ്രാർത്ഥന ദിക്റുകളുമായി റമളാനിന്റെ പകലുകൾ സജീവമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നാവില് മനസ്സില് വൃത്തികേട് വരുമ്പോഴേക്കും അത് നന്മയിലേക്ക് മാറ്റാൻ ഏതെങ്കിലും ഒരു സഹോദരി, ഒരു കൂട്ടുകാരി എന്തെങ്കിലും വിഷയം പറയാൻ വരികയാണെങ്കിൽ നല്ലത് മാത്രം ഇത്തരം വർത്താനം പറഞ്ഞ എന്തെങ്കിലും അബദ്ധത്തിൽ പറയാൻ വരികയാണെങ്കിൽ അതിപ്പോ നമുക്ക് പറഞ്ഞാൽ നമ്മളെ നോമ്പ് ബാത്തിലായി പോകും എന്ന് ഓൾ ഉപദേശിക്കപ്പോൾ ഓൾക്കൊരു ഉപദേശമാകും, നമുക്കും രണ്ടാളെയും നോമ്പ് സംരക്ഷിക്കാൻ കഴിയും. അങ്ങനെ ശീലിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി. അതോടൊപ്പം
പകലുകളിൽ ഇത്തരം ക്ലാസ്സുകൾ ധാരാളമായി സംഘടിപ്പിക്കാൻ കഴിയുന്ന നോമ്പ്. കാരണം ഇതൊക്കെ നല്ല വർത്തമാനങ്ങളാണ്. നല്ല വർത്തമാനങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. അത് പറയും തോറും അറിവുകൾ വർദ്ധിക്കും. നമ്മളിൽ ഒരാൾക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ദുനിയാവിൽ പരലോകത്ത് ഏറ്റവും ഉപകാരമുള്ള കാര്യമാണ്. ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, അത് റമദാനിലെ ഓരോ നന്മക്കും എണ്ണമില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, പരമാവധി കൃത്യമായി നമസ്കാരം നിർവഹിക്കുക. അത് ഇപ്പോൾ സാഹചര്യം ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കൃത്യമായി നമസ്കരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അത് കഴിവിന്റെ പരമാവധി ജമാഅത്തായി നിർവഹിക്കാൻ ശ്രമിക്കുക. കൂട്ടായിട്ട് 27 ഇരട്ടി കൂലി വാങ്ങിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നമസ്കാരം കൃത്യമായി ചെയ്യുക. അതുപോലെ രാത്രിയിലെ തറാവീഹ് നമസ്കാരം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിലെ രാത്രി ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ മുൻ കഴിഞ്ഞ പാപങ്ങളൊക്കെയും പുറത്തു കിട്ടും. ഇത് റമളാനിൽ പ്രത്യേകമായി റസൂൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. എല്ലാ കാലത്തുമുള്ള നമസ്കാരമാണ് ഈ രാത്രിയിലെ 11 റക്അത്ത് നമസ്കാരം. ഇശാന് ശേഷം 2 റക്അത്ത് സുന്നത്തിന് പുറമെ എല്ലാ കാലവും ഉള്ളതാണ് ഈ 11 റക്അത്ത്. പക്ഷേ അത് റമളാനിൽ വളരെ പ്രത്യേകമായി റസൂൽ എടുത്തു പറഞ്ഞു. എന്താണ്? റമളാനിൽ നന്മകൾക്ക് സാധാരണത്തേനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട് എന്നതുകൊണ്ട് ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും അത് പറയുമ്പോ ഇപ്പൊ നമ്മളൊക്കെ നാട്ടില് സാധാരണയായി പള്ളിയിൽ പോകാൻ കഴിയാത്ത ആളുകളും റമളാനിൽ തറാവീഹിന് പള്ളിയിൽ പോകുക എന്നുള്ള ഒരു ഹരാണ്. രാത്രിയും കൂടിയാണല്ലോ. അത് ഒരു പള്ളിയിൽ പോയി വന്നിട്ട് പലപ്പോഴും ഉറങ്ങും, അല്ലെങ്കിൽ നിസ്കാരത്തിനെ കൂടാതെ ഇരുന്ന് ഉറങ്ങും. എന്നാലും റമളാനിൽ രാത്രി പള്ളിയിൽ പോകുക എന്നുള്ള ആ ഒരു ഹരാണ്. അപ്പൊ ഈമാനൻ വഹ്തിസാബൻ, എല്ലാരും പോകുമ്പോ ഞാനെങ്ങനെ പോകാതെക്കണ്, ഞാൻ മാത്രം ഇപ്പൊ എങ്ങനെ പോകാത്തോളായാലും മോശല്ലേ എന്നതിന് പകരം ഈമാനൻ വഹ്തിസാബൻ, ഈമാനോട് കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമളാനിലെ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ മുൻ കഴിഞ്ഞ പാപങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തരും. അപ്പോ അത് കഴിവിന്റെ പരമാവധി നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെയൊക്കെ പള്ളിയിൽ പോകാൻ എമ്പാടും സൗകര്യമുള്ളതാണ്. നമ്മളെ നാട്ടിലത്തെ പോലൊന്നല്ല. ഇഷ്ടംപോലെ എല്ലാവർക്കും വാഹന സൗകര്യമുണ്ട്, സ്വന്തമായി വാഹനമുള്ളവരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അപൂർവം 2 ആളുകളിലെ വാഹനം ഇല്ലാത്തവരുണ്ടാവുള്ളൂ. അപ്പോ ഇത് വീട്ടിൽ വെച്ച് ചെയ്താൽ പറ്റാഞ്ഞിട്ടല്ല കേട്ടോ, വീട്ടിൽ വെച്ച് ചെയ്താൽ പറ്റും. പക്ഷെ എന്താ പറയുക, വീട്ടിൽ വെച്ച് ചെയ്താല് നമ്മള് ഒറ്റക്ക് കുട്ടിനൊന്നാണ് കടത്തി ഉറക്കി, അല്ലെങ്കിൽ ചോറൊന്ന് അടുപ്പത്തിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. 2 റക്അത്ത് നിസ്കരിച്ചാൽ ചിലപ്പോൾ റുക്കൂ മുഴുവനായിട്ടുണ്ടാവില്ല, സുജൂദ് ഏതായാലും 2 ഒന്നും ഉണ്ടാവില്ല, 1 ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടയിൽ അത്തഹിയ്യാത്തിൽ ഉറങ്ങിയിട്ടുണ്ടാകും. കാരണം പകലന്തിയോളം നോമ്പുപറ്റ നമ്മളാണ്. അപ്പോ ചൊല്ലിയത് പറഞ്ഞിട്ടുണ്ടാവില്ല, സുജൂദ് എഴുതിതാരുണ്ടായിക്കണമെന്നുള്ള അറിയില്ല, സലാം വീട്ടിയത് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോ ഈ രൂപത്തില് നിസ്കാരം നിർവഹിക്കലായിരിക്കും നമ്മൾ ഒറ്റക്ക് ചെയ്യാൻ നിന്നുള്ള കഥ. അപ്പൊ അത് കഴിവിന്റെ പരമാവധി പള്ളിയിലേക്ക് എത്താൻ ശ്രമിച്ചാൽ അത് മുഴുവനും ചെയ്തതായി സമാധാനിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഒറ്റക്ക് ഓതിയാല് എത്ര ഓതാണ്ടാകും? നമുക്ക് വളരെ കുറച്ചല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇമാമും ജമാഅത്തുമായി ഒന്നിച്ച് നമസ്കരിക്കുമ്പോ ധാരാളമായി നിന്ന് നിസ്കരിച്ച ഓതന ഇമാമാണെങ്കിലും നമ്മളതിനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും നേരം നിൽക്കാനൊരു അവസരം ഉണ്ടാണെങ്കിലും വേണ്ട അങ്ങോട്ട് എത്തുക. അതുകൊണ്ട് ആ നമസ്കാരം ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടവരുത്തരുത്. അള്ളാഹു നിർബന്ധമാക്കിയ കാരണം കൊണ്ടല്ലാതെ ആ നമസ്കാരം നഷ്ടപ്പെടരുത്. ഇത് പറയാൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു വലിയൊരു വിശേഷപ്പെട്ട വലിയൊരു പരിപാടിയാണ്. റമളാൻ മാസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പേപ്പറുകളിൽ മത്സരമാണ്. പേപ്പറിലെ മാധ്യമത്തിലൊരു വക വരും, മാതൃഭൂമിയിൽ വേറൊരു വക വരും, മനോരമയിൽ വേറൊരു വക വരും. എന്തെന്നറിയാം? നോമ്പുതുറ. അതിന്റെ വിശേഷങ്ങൾ, അതിന്റെ പത്തിരിന്റെ എണ്ണം, ഐറ്റംസ് തിരിച്ചിട്ടുള്ള പിന്നെ പൊരിച്ച വകകളുടെ ഐറ്റം തിരിച്ചിട്ടുള്ള ആ പൊടിപ്പും തങ്ങലും വെച്ചിട്ടുള്ള ആ വലിപ്പത്തരത്തിന്റെ റിപ്പോർട്ടുകൾ ഇതിൽ മത്സരിക്കാണ്. കോഴിക്കോട്ടുകാർ നോമ്പുറപ്പിക്കലും വടകരക്കാർ നോമ്പുറപ്പിക്കലും മലപ്പുറക്കാരും നോമ്പുറപ്പിക്കലും ഇതൊരു വലിയ വിഷയമാണ്. അതൊരു വലിയ കൊളറ് വിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ നോമ്പുറപ്പിക്കൽ, അതിനുവേണ്ടി സ്ത്രീകള് അന്ന് ഇപ്പൊ നമ്മളുടെ നാട്ടില് ക്ലാസ്സുകൾ വെക്കും, ഖുർആൻ ക്ലാസ്സുകൾ. പല സ്ഥലങ്ങളിലും ഖുർആൻ ക്ലാസ്സിന് ചെന്നാൽ ഈ ചെല്ലുന്ന നമ്മളും വിളിച്ച ഒരാളുണ്ടാകും. നിങ്ങൾ വരണട്ടോ, ഇങ്ങനെ 16-ാം തീയതി എന്നിട്ട് വിളിച്ചാൽ ഈ വിളിച്ച ഒരാളുണ്ടാകും, ചെല്ലുന്ന നമ്മളുണ്ടാവും. ഏർപ്പാടാക്കിയ വീട്ടുകാർ വരെ ഒരു പക്ഷേ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ആ ഓൽക്ക് ഇന്ന് അവിടെ ഓല എളാപ്പാന്റെ വീട്ടിൽ നോമ്പർപ്പിക്കലുണ്ട്, അതിന്
ക്ലാസ് എപ്പോഴറിയോ? നിങ്ങളെ ഇവിടുത്തെ ഇപ്പൊ ഇവിടെ സമയം പറഞ്ഞിട്ട് രാത്രിയല്ല നമ്മളെ നാട്ടിലത്തെ ക്ലാസ്. റമദാനിൽ നമ്മളെ നാട്ടിലെ ക്ലാസ് രാവിലെ 10 മണിക്കാണ്. എന്താ രാവിലെ 10 മണിക്ക് ഇവർക്ക് നോമ്പറക്കണ്? രാവിലെ 10 മണിക്ക് ക്ലാസ്സിന് എന്നാൽ നോമ്പുറപ്പിക്കലാണ്. സദസ്സിൽ ആരും ഉണ്ടാവില്ല. ക്ലാസ് കേൾക്കാനാണ് നോമ്പുറപ്പിക്കൽ. അപ്പൊ എന്താ ഈ റിപ്പോർട്ട് പേപ്പറിൽ വരുന്ന രൂപത്തിൽ, പേപ്പർ എന്ന് പറഞ്ഞാൽ നാട്ടിലുണ്ടാവുമല്ലോ ഓരോ പത്രം അല്ലേ, നാട്ടിലുണ്ടാവുമല്ലോ ഓരോ പത്രം. ബലാടെ നോമ്പുറപ്പിക്കലുണ്ടായിരുന്നു. അതിന് അവിടെ എന്നിട്ട് എന്തൊക്കെ മോശമാണ്. അപ്പൊ ഇപ്പുറത്ത് അപ്പൊ അതിനേക്കാൾ നന്നാവണ്ടേ? അതിനനുസരിച്ച് ഓരോ പത്രം, ഓരോ ഫാത്തിമ ഖദീജക്കണ്ട പത്രങ്ങളുണ്ടാകും. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾക്ക് വരാൻ ഒഴിവില്ലാത്ത പത്തിരി പരത്തൽ, രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കുക, പൊരിക്കുക. ഇത്തരം വിഡ്ഢിത്തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത് നമ്മുടെ സമയം. അതിനുവേണ്ടിയല്ല റമദാൻ നിശ്ചയിച്ചത്. പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ. ഈ ഉണ്ടാക്കണതൊന്നും തിന്നാനല്ലോ. ആ നോമ്പുറപ്പിക്കൽ ഉണ്ടാക്കാനൊക്കെ തിന്നാനാ? ഒന്നും ആരും തിന്നലില്ല. അത് പകുതി മുക്കാലും കാടിയിലേക്ക് തട്ടാനാണ്. അതിന് ക്ലാസ്സും ഇല്ല. അത് നമസ്കാരം. അന്നത്തെ നമസ്കാരമൊക്കെ ഒരു കഥയാണ് എന്ന് പറഞ്ഞാൽ പലരും കൃത്യസമയത്ത് നിസ്കരിക്കാൻ പോലും കഴിയാറില്ല ഈ പത്തിരി പരത്തലും ഈ പൊരിക്കലിലും. എന്നാൽ തന്നെ സുന്നത്ത് ഏതാറില്ല. റമദാനിൽ പരമാവധി സുന്നത്ത്, ഫർളുകളോടൊപ്പം സുന്നത്ത് കൂടി വർദ്ധിപ്പിക്കാനുള്ള മാസമാണ് റമദാൻ മാസം. ഒന്നും ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ അടങ്ങുന്ന ആളുകൾക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഇത്തരം നോമ്പുറപ്പിക്കൽ ഇസ്ലാമിലുള്ളതല്ല. നോമ്പ് തുറപ്പിച്ചാൽ കൂലിണ്ട്. ആരെ? നോമ്പ് നോറ്റാളെ. നോമ്പുറപ്പിച്ചാൽ കൂലുണ്ട്. നോമ്പ് നോറ്റ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വക പത്തിരി, അല്ല ഒരു വക പൊറാട്ടിയും, പിന്നെ ഒരു വക അയാൾക്ക് തന്നെ, പിന്നെ ഒരു വക നൂൽപ്പിട്ടും, പിന്നെ ഒരു വക മറ്റേ പൊരിച്ചോഹ കൂടി തിന്നാൻ കഴിയോ? ഇല്ല. അത്രയും തിന്നൂല നോമ്പ് ഒറ്റാള്. അപ്പൊ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അതിന് പാകത്തിനുണ്ടാക്കിയാൽ മതി. അത് പൊങ്ങച്ചത്തിനല്ല എന്നൊരു വേർതിരിവ്, ഒരു വകതിരിവ് നമ്മളുടെ വീട്ടുകാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അതിനു വേണ്ടി ആയിരങ്ങൾ ചെലവഴിക്കുകയാണ്. എന്തിന്? ഈ സ്ത്രീകളുടെ നമസ്കാരം, അന്നത്തെ നോമ്പും, അന്നത്തെ സുബ്ഹാനല്ലയും, അന്നത്തെ ഖുർആൻ പാരായണം ഒക്കെ കളഞ്ഞ് പുറമെ അന്ന് തറാവീഹ് ഉണ്ടാവില്ല. ഉറപ്പാ. എന്ന് പറഞ്ഞാൽ പകലന്തിയോളം വിഷമല്ലാതെ പഴുത്ത് നോമ്പൻ തുറന്നാൽ ഒരിറ്റു വെള്ളം കുടിച്ചതും തളർന്നവിടെ കിടക്കും. പിന്നെ അന്ന് തറാവീഹ് ഉണ്ടാവൂല. ഇത്തരം വിഡ്ഢിത്തങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കാനാണ് നമ്മൾ നോമ്പിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ പറയണം. ഇത്തരം നോമ്പ് തുറകൾക്കല്ല നോമ്പ് വെച്ചിട്ടുള്ളത്. നോമ്പ് തുറ ആവശ്യമാണ്. എന്തിന്? നോമ്പ് നോറ്റവരെ നോമ്പുറപ്പിക്കൽ ആവശ്യമാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മളുടെ സൽക്കർമ്മങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുത്താതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്ലാനുകളെ നമ്മൾ തയ്യാറാക്കാൻ പാടുള്ളൂ നോമ്പുറപ്പിക്കൽ. അപ്പോ തറാവീഹ് നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാരണം കൊണ്ടല്ലാതെ ഒരൊറ്റ ദിവസത്തെയും തറാവീഹ് നമസ്കാരം നമുക്ക് നഷ്ടപ്പെടരുത്. അങ്ങനത്തെ ഒരു വാശി നമുക്കുണ്ടാണ്. കാരണം അത് ആ റമദാനിലേ നമുക്ക് കിട്ടുള്ളത്. ആ രൂപത്തിൽ റമദാനിൽ പ്രത്യേകമായ ഒരു ശക്തിയും അള്ള തരും തോന്നുന്നുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ പകലന്തിയോളം നോമ്പ് നോറ്റിട്ട് എന്നിട്ട് നമ്മൾ പള്ളിക്ക് ഈ തറാവീഹ് 11 റക്അത്ത് ഇമാമിന്റെ കൂടെ ഏറെ നേരം നിന്ന് നമസ്കരിക്കാൻ. അല്ലാത്ത സമയത്ത് പകലന്തിയോളം തിന്നിട്ടാണ് നടക്കുന്നത്. എന്നാൽ തന്നെ രാത്രി ഇശാന് ശേഷം 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞാൽ പിന്നെ മുക്കിയും മൂളിയും 2, 3, 5 എത്തിച്ചെങ്കിലായി അല്ലേ അല്ലാത്ത കാലത്ത്. എന്നിട്ട് ഈ നമ്മളാണ് പകലന്തിയോളം നോമ്പൊരു റമദാന് 11 റക്അത്ത് നിസ്കരിക്കുന്നത്. അപ്പോ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തറാവീഹ് നമസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനനുസരിച്ചുള്ള പ്ലാനുകളെ നമ്മളുടെ വീടുകളിൽ തയ്യാറാക്കാവൂ. പിന്നെ റമദാനിൽ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ. റമദാൻ മാസത്തില് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള സ്കൂളിലാണ് കേട്ടോ, ചെറിയ കുട്ടികളൊക്കെയും റമദാൻ 17-ന് ഒരു പ്രത്യേകമായൊരു പുണ്യം കൽപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും അന്ന് നോമ്പ് വെച്ചിട്ടുണ്ടാവും റമദാൻ 17-ന്. അപ്പോ എന്താന്ന് ചോദിച്ചപ്പോ ബദരീങ്ങളാണ്ടാണെന്നാ പറഞ്ഞത്. ഇവിടെ ഉണ്ടോന്നറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മളെ ഇസ്ലാമിക രാഷ്ട്രമല്ലേ. അപ്പോ നമ്മളവിടെ പിന്നെ അങ്ങനെയല്ല. എല്ലാ കുട്ടികളും, എത്ര ചെറിയ കുട്ടികൾ 1-ാം ക്ലാസ് വരെ നോമ്പ് നോൽക്കാൻ തുടങ്ങി നോറ്റൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഛർദിച്ച് കുഴങ്ങി ടീച്ചർമാർ മുറിപ്പിക്കല. പിന്നെ നോറ്റിട്ടൊക്കെ വരും. എന്നാൽ ബദരീങ്ങളാണ്ടാണ്. അതൊന്ന് ആലോചിച്ചു നിങ്ങൾ. റമദാനിൽ അത്തരം ഒരു ആണ്ടിനെ കുറിച്ച് ഇസ്ലാം മതത്തിന് പരിചയമല്ല. അങ്ങനെ ഒരു ആണ്ട് മരിച്ചതിന്റെ ശേഷമുള്ള ഒരു കർമ്മങ്ങൾക്കും ഒരു ഭക്ഷണത്തിന്റെ സമ്പ്രദായങ്ങൾക്കും ഇസ്ലാമിൽ പരിചയമല്ല. ബദരീങ്ങളാണ്ട് ഞാൻ ഏറെ വിശദീകരിക്കുന്ന കാര്യം. ഇത് പറയാൻ കാരണം നോമ്പ് നോറ്റിട്ട് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നോമ്പ് നോറ്റിട്ട് അള്ളാഹുവിന്റെ പട്ടികയിൽ 0 മാർക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ആണ്ട് കഴിക്കുക എന്നുള്ള ഇസ്ലാമിലുള്ളതല്ല. ഈ ബദരീങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ മരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മക്കാ മുശ്രിക്കുകൾ അല്ല ലാത്തയോടും മുസ്സയോടും മനാത്തയോടും
പ്രാർത്ഥിക്കണം, അവരെ ആരാധിക്കണം, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യണം, ഇബ്രാഹിം നബിയുടെ ബിംബത്തെ ആരാധിക്കണം എന്ന് തർക്കിച്ചതിന്റെ പേരിലാണ് അവിടെ യുദ്ധം നടക്കുന്നത്. മുഹമ്മദ് നബിയും അനുയായികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരിൽ, അത് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ പേരിൽ ലാത്തയെയും മുസയെയും മനാത്തയെയും അപമാനിക്കലാണ്, ഇബ്രാഹിം നബിയെ മാനം കെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ മക്കാ മുശ്രിക്കുകളും മുഹമ്മദ് നബിയും കൂട്ടരും തമ്മിലുള്ള യുദ്ധത്തിൽ ബാപ്പ മക്കളെ കൊന്നിട്ടുണ്ട്, മകൻ ബാപ്പാനെ കൊന്നിട്ടുണ്ട്, അമ്മാവൻ പെങ്ങളുടെ മക്കളെ കൊന്നിട്ടുണ്ട്, പെങ്ങളുടെ മക്കൾ അമ്മാവന്മാരെ കൊന്നിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെയും യുദ്ധം ചെയ്ത് എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അതായത് ഇസ്ലാമില് ആരാധനക്ക് അർഹനായി, വെളിച്ചു പ്രാർത്ഥിക്കാൻ അർഹനായി, സഹായം ചോദിക്കാൻ അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ പേരിൽ ഇസ്ലാമിലില്ലാത്ത ആ അനാചാരം, മരിച്ച ആണ്ട് കൊല്ലം തോറും റമദാൻ 17 ബദരീങ്ങളെ ആണ്ടായി ആഘോഷിക്കുന്ന ഒരു ഏർപ്പാട് നമ്മളെ നാട്ടിലുണ്ട്. ഇവിടെ ഉണ്ടോന്നറിയില്ല, ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യരുത്. ഈ നോമ്പിനെ അത് ബാത്തിലാക്കും. കാരണം ഈ വിഷയം പറയണ എന്താണെന്നറിയാം, എവിടെ